അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെയാ വെച്ചാല് ഉച്ചയൂണിന് ഉണ്ടാക്കുന്നത് നാടൻ വിഭവങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു നല്ല ഒരു ഒതുങ്ങിയ നമ്മൾ ഒരു ലളിതമായ ഒരു ഊണ് അങ്ങനെയാണ് ഇപ്പൊ ഇന്ന്. അപ്പൊ അതില് ഇപ്പൊ ഇവിടെ ചില ഇപ്പൊ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ മഴ ഉണ്ട് കുറെ, അതായത് വേനൽ മഴ ഉണ്ട്. അപ്പൊ ആ വേനൽ മഴയിൽ നമ്മളെ മുറ്റത്തുള്ള മത്തനില അത് അത്യാവശ്യം നല്ലപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ തട്ടിയിട്ട് മഴ തട്ടിയിട്ട് നല്ലപോലെ ഉണ്ടായി വരുന്നുണ്ട് ഇല. അപ്പോൾ അത് ഇല എടുക്കണം. പിന്നെ മുമ്പൊരു ദിവസം നമ്മൾ മത്തനും മത്തൻ്റെ ഇലയും കൂടിയാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോ അങ്ങനെയല്ല, മത്തൻ്റെ ഇല മാത്രം. നമ്മളിപ്പോ ഈ മെഴുക്ക് വരട്ടി പോലെ അല്ലെങ്കിൽ നമ്മൾ അത് വറ്റിച്ചിട്ട് വെക്കുമല്ലോ, ഉപ്പേരി പോലെ തന്നെ. അപ്പൊ അത് പിന്നെ നമുക്കിന്ന് മോരുകറിയാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു വെജിറ്റേറിയൻ ഉച്ചയൂണാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ തേങ്ങ ഒക്കെ ചിരകി ഇനിയിപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാണ് വേണ്ടത്. അത് ആദ്യം ചെയ്ത് വെക്കാം, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ. നമ്മൾ തൈരും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ തൈര് കൊണ്ട് ഒഴിക്കാം. ഇതാ അത് അരച്ച് എടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കറിക്കെടുക്കുന്ന കുമ്പളങ്ങ, പിന്നെ ചേമ്പുണ്ട്, പച്ചക്കായ. അപ്പം ഇനി ഇതൊക്കെ നമുക്ക് ഒക്കെ മുറിച്ച് തോല് എത്തി നുറുക്കൽ ഇനി അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കുമ്പളങ്ങ തന്നെയാണിത്. ഇത് മുഴുവൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ വെച്ചാൽ കറി പിന്നെ എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും. ഒന്നുകൂടി ആ പുളിയൊക്കെ ചേർന്ന് നല്ല രസമാണത് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാനും. മോര് കറിയൊക്കെ ഇന്ന് പിന്നെ തൈരാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മത്തൻ്റെ ഇല അതൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ അത് ഉണ്ടാക്കാണ്ട്. ഇതൊരു പച്ചനേന്ത്രക്കായ. ഇന്ന് പിന്നെ ചേന ഇടുന്നില്ല, ഇന്ന് ചേന ഒഴിവാക്കി. പിന്നെ ചേമ്പ്. ഒക്കെ അതാ തോലത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാം. ആദ്യം കുമ്പളങ്ങ തന്നെ ആവാം. ഇങ്ങനെതാ ഈ ഒരു പരുവത്തിൽ അങ്ങനെ നുറുക്കിയെടുക്കാം. അധികം വലിപ്പം വേണ്ട. പിന്നെ നമുക്ക് ചേമ്പ്. ഇന്നിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഊണാണ് നമുക്ക് വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് കുക്കറിലാണ്. ഈ ഒരു കുക്കറിൽ നമുക്ക് വേലും കഷ്ണങ്ങളൊക്കെ ഇടാം. പിന്നെ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഇനി ആവശ്യത്തിന് വെള്ളം പിന്നെ പാകത്തിന് മതി. ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അതാ 3 വിസിൽ കഴിഞ്ഞ് ഒക്കെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചത് അതൊഴിക്കാം. പിന്നെ ഇപ്പോൾ കറിവേപ്പില അത് ചേർക്കാം. ഇനി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് താളിച്ച് ചേർക്കാം. കറി ഇവിടെ ആയി. അപ്പം ഇനി നമുക്ക് മത്തൻ്റെ ഇല അത് എടുക്കാൻ പോകാം. ഇന്നിപ്പോൾ ഇതാ മഴക്കാറ് ചെറിയ തോതിലൊക്കെ ഇങ്ങനെ മഴക്കാറുണ്ട് രാവിലെ. അപ്പം ഇനി ഇതാ മത്തൻ്റെ ഇല ഉണ്ടോ, അത്യാവശ്യം നല്ല ഇത് തന്നെ ഉണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ടേ ഇടയ്ക്കൊന്ന് വേനൽ മഴ കിട്ടിയതുകൊണ്ട് വേഗം ഉണ്ടാവുന്നുണ്ട് ഇല.
അതാ മത്തൻ്റെ ഇല. ഇപ്പോൾ മത്തൻ്റെ ഇല ഇനിയിപ്പോൾ ഇത് ഒന്ന് നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കഴുകിയെടുക്കുന്നത്. പൊടിയൊക്കെ പോയി കിട്ടും അപ്പോൾ എന്നാൽ. അപ്പോൾ മത്തൻ്റെ ഇല മാത്രമാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് ഇല ഉണ്ട്. ഇലയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ പച്ചമുളക് കൂടി അതും അതിൽ കീറിടാണ്ട്. ഇപ്പതാ അതും ഇവിടെ ആയി. ഇപ്പോൾ ഈ ചട്ടിയിലാണ് നമുക്ക് അത് വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ശേഷം ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു വെള്ളത്തിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വലിഞ്ഞു വന്നു. ഇപ്പോൾ ഇനി ലേശം വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കാം. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് നന്നാക്കി വലിയിച്ചെടുക്കാം. അപ്പോൾ കറിയും മത്തൻ്റെ ഇലയൊക്കെ ഇവിടെ ആയി. ഇനി നമുക്ക് ഊണ് കഴിക്കല്ലേ. ഇനി അതെ ഏതായാലും ഇനി 12 മണിയാവട്ടെ. ഊണ് കഴിക്കായി. ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി. അമ്മയ്ക്ക് ഏതായാലും കറി കൊടുക്കാം. പിന്നെ മത്തൻ്റെ ഇല, പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഊണ്. ഇന്നൊരു വെജിറ്റേറിയൻ ഊണ് തന്നെയാണ്. ഇതിപ്പോൾ ഇത് തൈരൊക്കെ ഒഴിച്ച കറി, പിന്നെ മത്തൻ്റെ ഇല, അത് മതി. മത്തൻ്റെ ഇലയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ, നല്ല നാടൻ വിഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.